ഗൈസ്, റഷ്യ ഉക്രൈൻ വാറിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ടേണിംഗ് പോയിന്റിലോട്ടാണ് ആ ഒരു യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപ് വന്നതിന് ശേഷം ആദ്യം തന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിനെയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനെയും വലിയ രീതിയിലുള്ള പരിഗണന ഒന്നും കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുമായിട്ട് ഡയറക്റ്റ് സംസാരിക്കുകയും അതിൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളെയോ ഈവൻ ഉക്രൈനെ പോലും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയ കാര്യം. അപ്പോൾ ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? അതായത് റഷ്യ വേണ്ട, ഉക്രൈനും ഈ അതായത് നാറ്റോ സംഘടനയുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങളുമായി ഡിസ്കസ് ചെയ്ത് അവരൊരു തീരുമാനം പറയും. അതായത് റഷ്യ ആദ്യം ഏത് പൊസിഷൻ ഉണ്ടായിരുന്നോ അതിലോട്ട് തിരിച്ചു പോകണം, അല്ലാണ്ട് ഈ ഒരു യുദ്ധം നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഫണ്ടെല്ലാം വാരി കൊടുത്തുകൊണ്ടിരുന്നു. ഈ ഫണ്ടെല്ലാം തന്നെ റഷ്യക്ക് എതിരെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമായി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഫണ്ട് അവിടെ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കുഴക്കുകയും ഈ സെലൻസ്കി എല്ലാം തന്നെ ഫണ്ട് അടിച്ചു മാറ്റുകയും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഈ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ട് സൗദിയിൽ വെച്ച് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ അവർ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ അതിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഉക്രൈൻ ഇതുവരെ റഷ്യ എവിടം വരെ മുന്നേറി വന്നോ അവിടം വരെ റഷ്യ എടുത്തോട്ടെ, ഇനി അതിലോട്ട് റഷ്യ അതായത് മുന്നോട്ട് വരരുത് എന്ന് പറയുന്ന ഒരു പീസ് ടോക്കിലോട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടോക്ക് വന്നപ്പോൾ നാറ്റോ സംഘടനയോ അല്ലെങ്കിൽ ഈ വെസ്റ്റേൺ രാജ്യങ്ങളോ യൂറോപ്യൻ രാജ്യങ്ങളോ വെറുതെ ഇരിക്കുമോ? പെട്ടെന്ന് തന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റായ മാക്രോൺ പെട്ടെന്ന് തന്നെ ഒരു 19 രാജ്യങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഇമ്മീഡിയറ്റ് മീറ്റിംഗ് അനൗൺസ്മെന്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ തന്നെ എല്ലാവരും വളരെ വലിയ ഷോക്കായി. കാരണം കഴിഞ്ഞ 3 വർഷം ഉക്രൈൻ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഒരു 40 രാജ്യങ്ങൾ ഒരുമിച്ച് വന്ന് ഇവര് തീരുമാനിക്കുന്നതാണ്. അതായത് നാങ്ക പോഡർദ ചട്ടം എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു ഇവര് കഴിഞ്ഞ കുറച്ച് 3 വർഷമായി നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ മീറ്റിംഗിൽ വെറും 19 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലും യൂറോപ്യൻ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പല രാജ്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഹംഗേറി, സെർബിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ മീറ്റിംഗ് മാക്രോൺ പങ്കെടുത്തത്. അതുമാത്രമല്ല, പൊതുവെ നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളെയും വിളിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ റഷ്യക്ക് അനുകൂലമായി നിൽക്കുന്ന രാജ്യങ്ങളുണ്ടെങ്കിൽ, അതായത് ടർക്കി ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെർബിയ, ഹംഗേറി ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ് മീറ്റിംഗ് നടത്തുന്നത്. ഒന്നാമത്തെ മീറ്റിംഗ് വലിയ രീതിയിൽ അട്ടർ ഫെയിലിയറിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ അതായത് റഷ്യയും അമേരിക്കയും കൂടിക്കാഴ്ച നടത്തി മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ഏകദേശം ട്രംപിന്റെ നീക്കങ്ങൾ എങ്ങോട്ടാണെന്നറിയാം. അതായത് റഷ്യക്ക് ഒരു അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ ട്രംപ് അമേരിക്കയിൽ നിന്ന് പോകുന്ന വെപ്പൺസ് എല്ലാം തന്നെ പരമാവധി ഹാൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷൻ മുതലാക്കിക്കൊണ്ട് ഉക്രൈനെതിരെ റഷ്യ നല്ല ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടുവരികയാണ്. ഈ പീസ് ടോക്ക് എത്ര മാസങ്ങൾ നീളുന്നു അത് റഷ്യക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പല ന്യൂസുകളും പറയുന്നത്. കാരണം അതായത് ട്രംപ് വന്നതിന് ശേഷം വെപ്പൺസ് കിട്ടാത്ത ഉക്രൈനെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 3-4 മാസം കൊണ്ട് പിടിച്ചെടുത്ത ആ സ്ഥലങ്ങളെല്ലാം വെറും 1-2 ദിവസം കൊണ്ട് തന്നെ റഷ്യ മുന്നേറിക്കൊണ്ട് വരികയാണ് എന്നാണ് പറയുന്നത്. കാരണം 40 രാജ്യത്തിന്റെ ഒരുമിച്ചുള്ള വെപ്പണാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെതിരെ റഷ്യ, നോർത്ത് കൊറിയ ഇവരുടെയൊക്കെ ആയുധം വെച്ചിട്ടാണ് റഷ്യ പരമാവധി ബാറ്റിൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെലൻസ്കിന്റെ എപ്പോഴുമുള്ള ആ ഒരു ബോംബിടൽ പോലെ ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു ബോംബ് ഇട്ടിരിക്കുന്നത്. അതായത് റഷ്യ കൂടുതൽ ഫോഴ്സിനെ ബെലാറസിലോട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഇതെന്താന്ന് വെച്ചാൽ, അതായത് ഞങ്ങളുമായിട്ട് പീസ് ടോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത റഷ്യയുടെ ടാർഗറ്റ് ബാൾട്ടിക് രാജ്യങ്ങളാണ്. അതായത് ഫിൻലാൻഡ് തുടങ്ങിയ ആ രാജ്യങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് കെയർഫുൾ ആവണമെന്ന്. ഇതിനെ ബാൾട്ടിക് രാജ്യങ്ങൾ പലതരത്തിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് സെലൻസ്കിന്റെ ഒരു ട്രിക്കാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ സെലൻസ്കി മറ്റു രാജ്യങ്ങളെയും കൂടെ ഇതിലോട്ട് വലിച്ചഴക്കുകയാണ്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ, അതായത് ഈ ഫ്രാൻസ് നടത്തിയ മീറ്റിംഗിൽ അതായത് ജർമ്മനി ഉണ്ടായിരുന്നു, ഇറ്റലി ഉണ്ടായിരുന്നു, UK ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ മാത്രമേ പ്രധാനപ്പെട്ട രാജ്യങ്ങളുള്ളൂ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് വന്നതിന് ശേഷം UKനെ അത്രമാത്രം അത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അമേരിക്കൻ പ്രസിഡന്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള പലരും പറയുന്നത് എന്താ വെച്ചാൽ, അതായത് ഒരു മുസ്ലിം രാജ്യത്തിനെ അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ രാജ്യം UK ആയി മാറിത്തീരും. അതായത് UK ഒരു മുസ്ലിം രാജ്യമായി മാറിത്തീരും എന്ന് പറഞ്ഞ വിമർശനം എലോൺ മസ്ക് തുടങ്ങി പല വലിയ പ്രമുഖ ആൾക്കാരും പറയുന്നുണ്ട്. അതുകൊണ്ട് UKക്കും അമേരിക്കയ്ക്കുമുള്ള പഴയ റിലേഷൻ അല്ല തന്നെ കംപ്ലീറ്റ് ആയിട്ടും എലോൺ മസ്കിന്റെ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അത് മൊത്തം തകർന്നിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രംപ് ഇപ്പോൾ ഉക്രൈനെതിരെ പറഞ്ഞിരിക്കുന്നത്, അതായത് സെലൻസ്കി ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണ്, എലക്ഷൻ വെക്കുന്നില്ല, ഇത് പ്യുവർലി ഡിക്റ്റേറ്റർഷിപ്പ് ആണ്.
അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ യുകെന്റെ പ്രധാനപ്പെട്ട 2 മാധ്യമങ്ങളായ ടെലിസ്പാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ടൈംസും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതായത് ഉക്രൈനുമായിട്ട് അമേരിക്ക ചർച്ച നടത്തി. അപ്പോൾ സെലൻസ്കിനോട് ആവശ്യപ്പെട്ടത് ഏകദേശം 500 ബില്യണിലോളം മിനറൽസ് വരുന്ന അതിന്റെ പകുതി ഷെയർ അമേരിക്കയിലോട്ട് പോകണം. അപ്പോൾ ഇത് ഒന്നാമത്തെ ആവശ്യമായി പറയുന്നു. ഇതിന് കാരണം പറയുന്നത് അമേരിക്കയാണ് നിങ്ങൾക്ക് ഫണ്ട് ചെയ്തതെന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഉക്രൈന് അനുകൂലമായിട്ട് ഒരു യുദ്ധ സാഹചര്യം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉക്രൈന് അനുകൂലമായി ഒരു എഗ്രിമെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം തന്നെ അമേരിക്കന്റെ അതായത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം അമേരിക്കന്റെ കൈവശം പോകണം. എങ്കിൽ മാത്രമോ അമേരിക്ക ഇതാവുള്ളൂ. ഇതിന് ഉക്രൈൻ ഒട്ടും സമ്മതിച്ചില്ല. ഉക്രൈൻ പിറ്റേ ദിവസം തന്നെ പ്രസ് മീറ്റ് എല്ലാം നടത്തി അമേരിക്കന്റെ ആ കളികളൊന്നും ഉക്രൈനിൽ നടക്കില്ല എന്ന് ഓപ്പണായി പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നടന്നത്. അതായത് സീ ഓഫ് അസോവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം മൊത്തം അതായത് കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ റഷ്യയുടെ കൺട്രോളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് ഇനി ഉക്രൈനെ ഒരു കടൽ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ടും ഇനി അവർ കരേനെ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ്. പരമാവധി കടലിനെ മൊത്തം ഇപ്പോൾ റഷ്യ ടാർഗറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ഇതിൽ റഷ്യക്ക് ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അതുപോലെ തന്നെ റഷ്യ ഇതിൽ ലക്ഷ്യമിടുന്ന മറ്റൊരു കാര്യമാണ് അത് റഷ്യയുടെ സ്ഥലത്തുള്ള ആർട്ടിക് റീജിയൻ ആ ഒരു സ്ഥലങ്ങളെല്ലാം കൂടുതലുമുള്ള കടൽ എന്ന് പറയുന്നത് അതായത് 6 മാസത്തോളം കംപ്ലീറ്റ് ആയിട്ടും മഞ്ഞ് മൂടി അതായത് ഐസായി കിടക്കായിരിക്കും. പക്ഷെ ഈ ഒരു കാലഘട്ടങ്ങളിലെല്ലാം തന്നെ റഷ്യക്ക് ട്രേഡ് ചെയ്യാൻ പലതരത്തിലുള്ള ഐസ് ബ്രേക്കേഴ്സും ഒക്കെ വേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് റഷ്യക്ക് ഈ സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ വാം വാട്ടർ പോർട്ട് കിട്ടുകയാണെങ്കിൽ റഷ്യക്ക് ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്നറിയാം. ഇതൊക്കെ കൂടി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുടിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പീസ് ടോക്ക് എത്രയും പെട്ടെന്ന് സെലൻസ്കി ഒരു എൻഡ് പോയിന്റിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉക്രൈനും അതായത് റഷ്യയുടെ കൺട്രോളിലോട്ട് പോകുമോ എന്നുള്ളൊരു പേടിയിലും പല ഉക്രൈൻ ആൾക്കാരും നിൽക്കുന്നുണ്ട്. കാരണം റഷ്യ ഇപ്പോൾ അത്ര അഡ്വാൻറ്റേജ് പൊസിഷനിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ